കുഞ്ഞ് അവന്റെ ജീവിതത്തിന്റെ പ്രാദുർഭാവം തുടങ്ങുന്നതെന്ന് 1400 കൊല്ലം മുമ്പ് പഠിപ്പിച്ചു തരാണ് വിശുദ്ധ ഖുർആൻ. നോക്കണം, മാതാവിനെ അറിയാത്ത വിദ്യാഭ്യാസമാണ് ഇന്നത്തെ വിദ്യാഭ്യാസം. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പോലും അമ്മയെ ചവിട്ടിക്കൊന്ന മകന്റെ വാർത്ത വായിക്കേണ്ടി വന്ന ഗതികെട്ട മലയാളിയാണ്. കുറെ മുമ്പ് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു മാതാവ് എന്റെ ശയ്യാവലംബിയായ അമ്മയെയും എന്നെയും എന്റെ മകൻ കാമുകറിയോടെ നോക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസ് ഓഫീസർമാരോട് പറഞ്ഞ നാടാണ് മലയാള നാട്, ഈ കേരളം. അവിടെയാണ് നമ്മളെ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ ആലോചിക്കേണ്ടത്. ആ സമയം ഈ വിദ്യാഭ്യാസം ഇങ്ങനെ തുടങ്ങി നടന്ന 100 കൊല്ലം കഴിയുമ്പോൾ ലോകത്തിന്റെ മട്ടുപ്പാവിൽ യൂറോപ്പിന്റെ പടിവാതിൽക്കൽ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം കൊടുക്കാൻ കഴിഞ്ഞൊരു വിദ്യാഭ്യാസമാണ്. അതുകൊണ്ടാണ് നെഹ്റു പറയും, അദ്ദേഹത്തിന്റെ ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ കൃതിയിൽ പറയും, യൂറോപ്പ് എത്രയോ പിന്നിലേക്ക് പോയ ഒരു നാടാണ്. ഇന്നിപ്പോ ഇങ്ങനെ വലിയ കാര്യമായി അമേരിക്കാന്നും അതുപോലെ തന്നെ യൂറോപ്പ് എന്നൊക്കെ പറയുന്ന ആളുകൾ ആലോചിക്കണം. അമേരിക്ക ഒന്നും വലിയൊരു ചരിത്രമോ പാരമ്പര്യമുള്ള നാടൊന്നുമല്ല. ഒരു 500 കൊല്ലം മുമ്പ് എന്താ അമേരിക്ക? അവിടെ ഉണ്ടായിരുന്ന ആദിമ ജനവിഭാഗമായ കറുത്തവർഗക്കാരെ മുഴുവനും നശിപ്പിച്ചിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു ആധുനിക രാഷ്ട്ര സംവിധാനമാണ് അമേരിക്ക. എന്ന് പറഞ്ഞാൽ അവിടുത്തെ മനുഷ്യരെ മുഴുവനും വംശഹത്യ ചെയ്തുകൊണ്ട് രക്തത്തിൽ സ്ഥാപിതമായിട്ടുള്ളതാണ് അമേരിക്ക. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും അമേരിക്കക്ക് രക്തദാഹം തീരാത്തത്. അതുകൊണ്ടാണ് ഒരു യുദ്ധം തുടങ്ങുമ്പോൾ ആ യുദ്ധത്തിന്റെ ഹോമകുണ്ഡത്തിൽ ആദ്യമായി ഹവിസ് പോലെ അർപ്പിച്ചു കൊടുത്തത് എന്താ? 180 ചില്ലുവാൻ വരുന്ന കുഞ്ഞുങ്ങളുടെ ഇളം ചോരയാണ്. 180 ചില്ലുവാൻ വരുന്ന കുഞ്ഞുങ്ങളുടെ ഇളം ചോര, പെൺകുട്ടികളുടെ ഇളം ചോര. ആ പെൺകുട്ടികളുടെ ഇളം ചോരയിൽ നിന്ന് തുടങ്ങിയതാണ് ഇറാനിലെ യുദ്ധം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അമേരിക്കയുടെ രക്തദാഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ 1945 ഓഗസ്റ്റ് 6-നും ഓഗസ്റ്റ് 9-നും 2 പ്രദേശങ്ങളിൽ കൊണ്ടുപോയി ആറ്റം ബോംബിടുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ തലമുറകളിലേക്ക് പകരുന്ന അത്ര ഭീകരമായ അർത്ഥത്തിലുള്ള അണുപ്രസരണത്തിന്റെ മൃതിയടഞ്ഞു പോകുന്ന മനുഷ്യൻ പുഴുക്കളെ പോലെ ഇങ്ങനെ പിടയുന്ന കാഴ്ച കണ്ടിട്ട് അത് ഇട്ടുപോയ പട്ടാള ഓഫീസർമാർക്ക് പോലും മനഃശാന്തി ലഭ്യമാകാതെ പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന അത്ര ഭീകരമായ രാജ്യത്തിന്റെ പേരാണ് അമേരിക്ക. എന്നാൽ ഈ യൂറോപ്പിനെ ആരാ വെച്ചുകൊണ്ട്? യൂറോപ്പ് വാസ് ബാക്ക്വേർഡ്. വളരെ പിന്നിലായിരുന്നു യൂറോപ്പ് ഇൻ ലേണിംഗ് ആർട്സ് ആൻഡ് സയൻസ് ആൻഡ് ഓൾ എമിനിറ്റീസ് ഓഫ് ലൈഫ്. പഠനത്തിലും ജീവിതത്തിലും മറ്റെല്ലാ വഴിയിലും അവർ പിന്നിലായിരുന്നു. ആരാ അവരെ രക്ഷപ്പെടുത്തിയത്? അറബ് സ്പെയിൻ.